ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് SP സാർ മലയാള സിനിമകളിൽ പാടിയ കുറച്ച് ഗാനങ്ങളെ, അത് കാസറ്റ് കാലഘട്ടത്തിലെ കുറച്ച് ഗാനങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 1969 കടൽപ്പാലം എന്ന ചിത്രത്തിൽ ഈ കടലും മറുകടലും എന്ന ഗാനം ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമാ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഈ കടലും മറുകടലും ഭൂമിയും. അപ്പോ അതിനുശേഷവും ഒരുപാട് ഡബിങ് ചിത്രങ്ങളിലെ ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹം. അത് നമ്മൾ മലയാളികൾ ഒരുപാട് കേട്ടതാണ്. ഗീതാഞ്ജലി എന്ന മണിരത്നത്തിന്റെ ചിത്രത്തിലെ ഗാനങ്ങൾ ഡബ് ചെയ്ത് വന്നപ്പോൾ മുഴുവൻ ഗാനങ്ങളും ആലോചിച്ചിട്ടുള്ളത് എസ് പി സാർ തന്നെയായിരുന്നു. ആ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ മലയാളികൾ ചിത്രഗീതത്തിൽ ഒരുപാട് തവണ കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. ആ ഗാനങ്ങളൊന്നും പെട്ടെന്നൊന്നും ഒരു മലയാളിക്ക് മറക്കാനാവില്ല. പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചല്ല. 1991 മമ്മൂക്ക അഭിനയിച്ച് റിലീസായ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അനശ്വരം. ആ അനശ്വരത്തിലെ ഒരു ഗാനം പാടി അദ്ദേഹം അനശ്വരമാക്കിയിട്ടുണ്ട്. അതിലെ സംഗീത സംവിധായകൻ ഇളയരാജയാണ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഈ ഗാനം ഏതാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് ഒന്ന് പോവാം. വീണ്ടും 1991 ഒരു മനോഹര ഗാനവുമായി അദ്ദേഹം വീണ്ടും കടന്നു വന്നിരുന്നു. കിലുക്കം എന്ന ചിത്രത്തിൽ SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും KS ചിത്രയും ചേർന്ന് ആലോചിച്ച ഊട്ടിപ്പട്ടണം കൂട്ടിക്കെട്ടണം എന്ന സോങ്ങാണത്. അത് വളരെ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ എല്ലാവരും ആസ്വദിച്ച ഒരു ഗാനമാണ്. വീണ്ടും 93 വളരെ മനോഹരമായ രണ്ട് ഗാനങ്ങൾ അദ്ദേഹം മലയാള സിനിമയിൽ പാടിയിട്ടുണ്ട്. ഒന്ന് ഗാന്ധർവം എന്ന ചിത്രത്തിൽ SP വെങ്കടേഷിന്റെ സംഗീതത്തിലാണ് ആ ഗാനം. അത് നെഞ്ചിൽ കഞ്ചപാണമേയും എന്ന സോങ്ങാണ്. 93 തന്നെ ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ ഒരു ഗാനം കൂടി അദ്ദേഹം പാടിയിട്ടുണ്ട്. ആ ഗാനം സംഗീതം പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രൻ മാഷാണ്. പാൽ നിലാവിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗാന്ധർവത്തിൽ കുറച്ച് അടിപൊളിയായിരുന്നെങ്കിൽ അതിൽ നിന്നും നേരെ വിപരീതമായിട്ടുള്ള ഒരു ട്യൂണാണ്. കുറച്ച് ശോകമായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന ഒരു ട്യൂണാണ്. ശേഷം 1997 ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറിനൊപ്പം കാക്കാല കണ്ണമ്മ എന്നൊരു ഗാനം അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ കന്നിമാനം ചൊന്നിട്ടാരേ. അപ്പൊ ഞാനിപ്പോ 1991 നിന്നും നേരെ 1997 വന്നതല്ല. ഇതിനിടയിൽ അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഗാനങ്ങൾ, അതായത് കൂടുതൽ ജനപ്രീതി നേടിയ ഗാനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പാടിയ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ ഇത്രയൊന്നും അല്ല, ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്. അപ്പോ കുറച്ച് ജനപ്രീതി ആർജിച്ച 90 കാലഘട്ടത്തിലെ ഗാനങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് തിരിച്ചു വരാം. ബൈ.